സ്വാതന്ത്ര്യരേ അങ്ങനെ മറ്റൊരു ദിവസം അവസാനിക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് എന്നാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിന്ന് എന്ത് എനർജിയാണ് ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ്. എന്ത് എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ളത് എന്നാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് നാളത്തെ ദിവസം എന്ത് എനർജിയുമായിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ്. ഈ 3 കാർഡ് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ റീഡ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാർഡ് ട്രൂത്ത് എന്ന് പറയുന്ന കാർഡാണ്, സത്യത്തിൻ്റെ ഒരു കാർഡാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാർഡാണിത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം, ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അത് നിങ്ങളെക്കൊണ്ട് പുനർവിചിന്തനം ചെയ്യിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ, പല വ്യക്തികൾ, പല സിറ്റുവേഷൻസ്. വളരെ നല്ല എനർജിയാണത്. എന്ത് എനർജിയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വെരി ഗുഡ്, അവെയർനെസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 2 കാർഡും ഒരേപോലത്തെ മെസ്സേജാണ് നമുക്ക് തരുന്നത്. അതായത് സമീപകാലം നമുക്ക് പുതിയൊരു എന്തോ കിട്ടി, ആ ഒരു അവെയർനെസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ അവെയർനെസ് നമ്മുടെ തലയിൽ കണ്ടില്ല, ഒരു അഗ്നി പോലെയായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു വേദനാജനകമായിട്ടുണ്ട്. പക്ഷേ ഈ എനർജിയും കൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങരുത്. കാരണം ഇങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം ഇത് നമ്മുടെ തലയുടെ മുകളിലാണ് എല്ലാം ഇരിക്കുന്നത്, പുക വരുന്നുണ്ട്, നമ്മൾ കണ്ടറിയാലോ. അതുകൊണ്ട് ഇന്നത് റിലീസ് ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബിയോണ്ട് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും, നമുക്കതിലൊന്നും ചെയ്യാനുണ്ടാവില്ല. നാളെ നമുക്ക് എങ്ങനെ മികച്ചതാക്കാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹാർട്ട് ചക്ര എന്ന് പറയുന്ന കാർഡാണ്. നമുക്കുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹം മാത്രമാണ് എന്നാണ് ഈ കാർഡ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യവും പ്യൂരിറ്റിയോടുകൂടി ചെയ്യുക, നല്ലൊരു മനസ്സോടുകൂടി ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ. അതായത് മറ്റൊരാൾ നമ്മളോട് ഇതിൻ്റെ പേരിൽ നമ്മൾ അതേപോലെ മോശമാവേണ്ട കാര്യമില്ല. അപ്പോൾ ആരെന്ത് ബിഹേവ് ചെയ്താലും നമുക്ക് നമ്മുടെ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. അതെല്ലാവരും ഒരു ദിവസം തിരിച്ചറിയും. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.